ഗ്രാമപഞ്ചായത്തിന്റെയും കൊച്ചി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വയം തൊഴിൽ വായ്പാ ബോധവൽക്കരണ ശില്പശാല പള്ളിപ്പുറം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. കൊച്ചി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ ഗംഗ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക സതീഷ് സ്വാഗതം പറഞ്ഞു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി അജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉഷ സദാശിവൻ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. PH അലി, പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുഷമ കുമാരി എന്നിവർ പങ്കെടുത്തു. അതിനുശേഷം ഗോവിന്ദരാജ ഷേണായി സ്വയം തൊഴിൽ ബോധവൽക്കരണ ക്ലാസ് എന്നിവയെ കുറിച്ച് ക്ലാസ് എടുത്തു. ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ റീജ റാണി കൃതജ്ഞത പറഞ്ഞു. ഈശ്വരനാണെന്ധനം, ഈശ്വരനാണെൻ ബലം, ഈശ്വരനാണെന്ധനം, ഈശ്വരനാണെൻ. പഞ്ചായത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ശില്പശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാം പ്രിയങ്കരിയായ ശ്രീമതി രാധിക സതീഷിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് ഗംഗ പ്രസാദ്, നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയങ്കരായിട്ടുള്ള പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് രമണി അജയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലീക്ക, കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ഉഷ സദാശിവൻ, പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹോദരിമാർ, പ്രിയപ്പെട്ട അംഗനവാടി വർക്കർ, പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ചു കൊച്ചി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തും കൂടി സംയുക്തമായിട്ടാണ് ഇന്ന് ഈ ബോധവൽക്കരണ പരിപാടി നടത്തുന്നത്. അപ്പോൾ ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് സ്വയം തൊഴിൽ വായ്പ അല്ലേ? നമുക്കറിയാം, നമ്മുടെ എല്ലാവരും കുറേയധികം പേര് വിളിക്കുന്നവരെല്ലാവരും നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുകയും കുറേ പേർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു 40-45 വയസ്സ് വരെ അല്ലെങ്കിൽ 50 വയസ്സ് വരെ നമ്മളെന്താണ് ഇത് കാത്തിരിക്കുന്ന ആൾക്കാരാണ്. ഇന്ന് വിളിക്കും, ഒരു 35 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ചെല്ലും അങ്ങാട്. വേറെ ഒന്നുമല്ല, എന്തായി ഞങ്ങളുടെ സീനിയർ ലിസ്റ്റ് എന്തായി എന്നറിയാനായിട്ട് ചെല്ലണവരാണ് നമ്മൾ. കുറേ പേർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ജോലി കിട്ടിയവരുണ്ട്. ചിലവർക്ക് 6 മാസം കിട്ടും, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ചിലർക്കൊക്കെ റൊട്ടേറ്റ് ചെയ്ത് പിന്നെയും വരാറുണ്ട്. പക്ഷേ അത് നമ്മളൊരു ജോലിയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ നമ്മൾ ഈ ഇതിൻ്റെ കീഴിൽ വിവിധ തരത്തിലുള്ള വായ്പകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ തന്നെ നമുക്ക് തോന്നുന്നു കുറേയധികം പേരുകൾ ഇടയ്ക്കിടയ്ക്ക് വനിതകൾ, അതായത് പണ്ട് പെട്ടിക്കടയെന്ന് പറയും അല്ലേ, ഇപ്പം അത് നമുക്കറിയാം വേറെ കടയായിട്ടാണ് മാറുന്നത്. അപ്പം അങ്ങനെയുള്ള കടകൾ കൊടുത്തിട്ടുണ്ട്. IRDP ലോൺ പോലുള്ള അങ്ങനെയുള്ള സ്വയം തൊഴിൽ വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലോണുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതുപോലെ ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നമുക്ക് അറിയാതെ പോയിട്ടുള്ളൊരു വായ്പയാണ്. ഏതാനും കുറച്ചു പേർ മാത്രമാണ് അതിൻ്റെ പുറകിലേക്കുള്ളത്. അതുകൊണ്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഇത് ബാങ്ക് ലോണിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള പ്രൊസീജിയർ നമുക്ക് ഒരുപക്ഷെ നമുക്കായിട്ട് ബന്ധപ്പെട്ട് പോകാനായിട്ട് കഴിയാതെ വന്നത്. അപ്പം ഒരു ബാങ്ക് ലോണും കൂടെ ഉണ്ടെങ്കിലും അത് ചിലപ്പോൾ ഇതിൽ വായ്പ നമുക്ക് കൂടുതലായിട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത് നമ്മൾക്ക് ഏതായാലും അതെല്ലാം ഇന്നിവിടെ ആ സംശയങ്ങൾ ദൂരീകരിക്കുകയും, അതുപോലെ നമുക്കറിയാം നമ്മൾ ഈ വർഷം സംരംഭക വർഷമായിട്ടാണ് സർക്കാർ ഇത് ഈ വായ്പാ മേള അല്ലെങ്കിൽ സംരംഭകത്വ വർഷമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേയധികം പേര് നമ്മുടെ പഞ്ചായത്തിൽ കുടുംബശ്രീ ആണെങ്കിലും വീട്ടിലിരിക്കണം അവരൊക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. കുറേയധികം പേര് ഇപ്പോൾ നമ്മുടെ SCP ഇവിടെ ഉണ്ട്, സച്ചിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് കുറേയധികം പേർക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അഭ്യസ്തവിദ്യരായ ആൾക്കാർക്ക് കുറേ പേര് അവർ പുറത്തുണ്ട്. അപ്പോൾ അവർക്ക് ഇവർ PSC ടെസ്റ്റ് എഴുതി ഇതായിട്ട് നിൽക്കേണ്ടത്, അത് വരട്ടെ അല്ലെങ്കിൽ PSC വിജ്ഞാപനം വരട്ടെ എന്ന് കാഴ്ചപ്പാടോട് വന്നവരുണ്ട്. പക്ഷേ അതിനോടൊപ്പം അത് വെട്ടണ വരെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഒരു നിത്യ വരുമാനമാക്കി മാറ്റാനായിട്ട് നമ്മുടെ ഈ ഇന്നത്തെ ഈ നമ്മുടെ യോഗത്തിൽ
മീറ്റിങ്ങിന് കഴിയണം. അപ്പോൾ അത് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ വന്നിരിക്കുന്ന ആൾക്കാരെ ആദ്യം തന്നെ അവർക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ സാറ് ഇവിടെ പള്ളിപ്പുറം നമ്മുടെ പഞ്ചായത്തിൽ വരികയും ഇത് നമ്മുടെ പഞ്ചായത്തിൽ എല്ലാം അപ്പുറത്തേക്ക് പോയതാണ്. പക്ഷെ എന്നിരുന്നാൽ നമ്മൾ പറഞ്ഞ് നമ്മളിത് വിജയിപ്പിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഏറ്റെടുത്തത് ശരി അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് അപ്പോൾ പറയുന്നത് ഞങ്ങൾ തന്നെ ഏറ്റെടുക്കും, ഞങ്ങൾക്ക് ഇവിടെ ആൾക്കാരെ പങ്കെടുപ്പിക്കാനുള്ള ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞ് പ്രസിഡന്റ് തന്നെ പറയുന്നത് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ഉത്സാഹത്തോടു കൂടി ഇപ്പോൾ സാറ് ഇവിടെ ഏറ്റെടുത്ത് പറഞ്ഞു എന്നാൽ ശരി പള്ളിപ്പുറത്തേക്ക് ഉള്ളതാണ്. അങ്ങനെ ഇത് നമ്മുടെ പള്ളിപ്പുറത്തേക്ക് നിരന്തരം ഒരു മിക്ക ദിവസവും ഇവിടുത്തെ സ്റ്റാഫ് എപ്പോഴും നമ്മുടെ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിജയത്തിനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും പഞ്ചായത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിലേക്ക് അത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇത് നമുക്ക് ഈ സാറിനെ സാധിക്കുമെന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം വെക്കുന്നത് നമ്മുടെ ഡിവിഷൻ ഓഫീസർ കൂടിയായിട്ടുള്ള ശ്രീ ഗംഗാ പ്രസാദ് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. തൊഴിൽ ബോധവൽക്കരണ ശില്പശാലയാണ് ഇവിടെ നടക്കുന്നത്. അത് ഒരു തൊഴിൽ നമുക്കിപ്പോൾ രാധിക സ്വാഗത പ്രശ്നം സൂചിപ്പിച്ചതുപോലെ നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ അപേക്ഷ കൊടുത്തും PSC എഴുതിയിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അതെല്ലാം കാത്തു നിൽക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം കഴിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. സർക്കാർ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംരംഭകത്വ വർഷം സംരംഭകരെ സ്വയം സംരംഭം ചെയ്യാൻ സ്വയം പ്രാപ്തി നേടുക എന്നുള്ള ലക്ഷ്യമാണ് സർക്കാരിനുള്ളത്. അത് നമ്മൾ പഞ്ചായത്ത് വഴി നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നും നമ്മളെ സാറുമാരിവിടെ എത്തിച്ചേർന്നത്. അപ്പം അതുകൊണ്ട് വിവിധ ഇപ്പോൾ എക്സ്ചേഞ്ചുകൾ മുഖാന്തിരം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ മുഖാന്തിരം നടപ്പിലാക്കുന്ന വിവിധ സ്വയം തൊഴിൽ വായ്പാ പദ്ധതികളെക്കുറിച്ച് ബാങ്ക് വായ്പകളെക്കുറിച്ച് നടപടിക്രമങ്ങളെക്കുറിച്ചെല്ലാം സംരംഭകരെ പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്കും അവർക്കും ഉള്ളത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഓരോ അംഗങ്ങൾക്കും ഓരോ വ്യക്തിക്കും സാമ്പത്തികമായി അവർ മുന്നോക്കം നിൽക്കണം എന്നുള്ള ലക്ഷ്യമാണ് നമ്മളിവിടെ നിറവേറ്റാൻ വേണ്ടി നമ്മൾ ഈ ഒരു ശില്പശാല ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുന്നില്ല. നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ തന്നെ ഇവിടെ എടുത്ത് ഇവിടെ എത്തിച്ചേർന്നവർ വരലുണ്ടാവുന്നവരേ ഉള്ളൂ. പള്ളിപ്പുറം പഞ്ചായത്ത് അല്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഒരാളുണ്ട് അല്ലേ, കുഴിപ്പുള്ളി അല്ലേ. അപ്പോൾ കുഴിപ്പുള്ളി പഞ്ചായത്തിനും കൂടി ഇവിടെ നമ്മൾ സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥർ അവിടെ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടവനക്കാടും കുഴിപ്പുള്ളിയൊക്കെ ഇതിൽ വന്നോട്ടെ, നമുക്ക് യാതൊരു കുഴപ്പമില്ല, ഇവിടെ സൗകര്യങ്ങളുണ്ട്, അതെല്ലാം പ്രയോജനപ്പെടുത്തി എല്ലാവർക്കും നമുക്ക് നമ്മുടെ പഞ്ചായത്ത് മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, എല്ലാ മേഖലയും കേരളത്തിലെല്ലാവരും പല വിവിധങ്ങളായ സംരംഭം ചെയ്തുകൊണ്ടും ലോണിനെ കുറിച്ചും അത് കിട്ടുന്ന വായ്പകളെക്കുറിച്ചും ബാങ്ക് ലോണിനെ കുറിച്ചും എല്ലാം ഇവിടെ വിശദമായി പറയുന്നുണ്ട്. ഞാൻ അതിൽ കടക്കുന്നില്ല. എംപ്ലോയ്മെന്റ് വഴി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുണ്ട്. നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് പദ്ധതികളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുറേ പദ്ധതികളുണ്ട്. യുവാക്കൾക്കായാലും അതുപോലെ സമൂഹത്തിൽ അശരണരായിട്ടുള്ള സ്ത്രീകൾക്ക്, വയോജനങ്ങൾക്ക്, ഭിന്നശേഷിക്കാർക്ക്, അങ്ങനെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കും ലഭിക്കാവുന്ന കുറേ പദ്ധതികളുണ്ട്. അത് നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണ ശില്പശാലയാണ് ഇന്നിവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ജനങ്ങളുമായിട്ട് കൂടുതൽ സഹവർത്തിത്വമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരിലൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ശില്പശാലയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നമ്മളെന്തായാലും താഴെത്തട്ടിലേക്ക് എത്തിക്കണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവരെ കണ്ടെത്തി അവരെ ഇത് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നമ്മുടെ ഈ താലൂക്കിൻ്റെ എംപ്ലോയ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഞാൻ. എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകനായ ഗോവിന്ദരാജനായി രമ്യ, നോബി എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന 24 മണിക്കൂർ ജോലി എന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ അത്രയധികം തിരക്കുള്ള ഒരു ഓഫീസാണ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെയും തൊഴിലവസരങ്ങൾ അതാണ് നമ്മൾ ആദ്യം ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെ അറിയാവുള്ളൂ അല്ലേ? എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ കുറിച്ച് എന്തറിയാം നിങ്ങൾക്ക്? ശരിക്കും 10ാം ക്ലാസ് കഴിയുമ്പോൾ
ഓടി വന്ന് പേര് രജിസ്റ്റർ ചെയ്യും അല്ലേ? അത് തന്നെ ആദ്യം ചെയ്യേണ്ട കാര്യം. അതാണ് പ്രൈമറി റെക്വസിറ്റ്. ഇപ്പം നമ്മൾ എൻ്റെ എംപ്ലോയ്മെൻറ്റിൽ ഞാൻ എൻ്റെ ക്യാബിനിലോട്ട് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മിക്കവർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ SSLC കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ സീനിയോറിറ്റിയാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അംഗനവാടി ടീച്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് കൂടുതൽ പറയുന്നത്. നിങ്ങൾ അറിയാവുന്ന എല്ലാവരോടും പറയുക, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് നിങ്ങൾക്കൊരു ജോലി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ജോലി കൊടുക്കുന്ന എക്സ്ചേഞ്ച് മാത്രമല്ല, പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട പാർട്ടാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലി കൊടുക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ജോലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആദ്യം SSLC പാസ്സായാലും തോറ്റാലും, മിക്കവരോടും പറ്റുന്നൊരു അബദ്ധം, SSLC തോറ്റവര് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യില്ല. കുറേ വർഷങ്ങൾ കഴിയുമ്പം SSLC തോറ്റ ഒരാൾക്ക് ജോലി കിട്ടിയെന്ന് അറിയുമ്പോൾ ഇവർ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് സീനിയോറിറ്റി ഉണ്ടാവില്ല. നിങ്ങളുടെ മക്കളുടെ ഒപ്പമോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഒപ്പമോ ആയിരിക്കും കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സീനിയോറിറ്റിയെ കിട്ടുള്ളൂ. പക്ഷെ നിങ്ങളുടെ ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 14 വയസ്സുള്ള ഒരാൾക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യും. SSLC പാസ്സാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. SSLC പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് തൊഴിൽ രഹിത വേതനം കിട്ടുകയുള്ളൂ എന്നേ ഉള്ളൂ. തൊഴിൽ രഹിത വേതനം വേണ്ടാത്ത ഒരാൾ, ജോലിയാണ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ 14 വയസ്സ് എന്ന് തികയുന്നോ അന്ന് കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒന്നാമത്തെ കാര്യം അതാണ്. കൃത്യം 14 വയസ്സിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരാളിന് ജോലി സാധ്യതയുണ്ട്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലി സാധ്യതയുണ്ട്. അതും SSLC മാത്രമല്ല, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നീട് SSLC രജിസ്റ്റർ ചെയ്ത് 3 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ പുതുക്കാം. കാർഡ് പുതുക്കാതിരിക്കുന്ന ഒരാളെ ഒരു കാരണവശാലും ജോലിക്ക് പരിഗണിക്കില്ല. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ഓർക്കുക. SSLC രജിസ്റ്റർ ചെയ്തു 3 കൊല്ലം കഴിയുമ്പോൾ പുതുക്കുക. 3 കൊല്ലം വീതം പുതുക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളിന് സീനിയോറിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അങ്ങനെ സീനിയോറിറ്റി ഉള്ള ഒരാളിന് വേക്കൻസി വരുമ്പോൾ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ജോലി സാധ്യതകളിലേക്ക് നമ്മൾ പരിഗണിക്കും. SSLC മാത്രമല്ല, SSLC നമുക്ക് +2 ഉണ്ട്, +2 ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി, എല്ലാം സമയാസമയങ്ങളിൽ ചേർക്കുക. സർട്ടിഫിക്കറ്റ് കിട്ടി പിറ്റേ ദിവസം തന്നെ വന്ന് ചേർക്കുന്നവർക്കാണ് ഏറ്റവും മുൻഗണന കിട്ടുന്നത്. നമുക്ക് ഒരാൾ നമ്മുടെ മുൻപിൽ പോയാൽ അയാളെ പരിഗണിച്ചതിന് ശേഷമേ നമ്മളെ പരിഗണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത അന്ന് തന്നെ കൂട്ടുകാരെ ആരെയും വിളിക്കാതെ ഏറ്റവും ആദ്യം വന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമ്മളായിരിക്കും ഏറ്റവും ആദ്യത്തെ. കൂട്ടുകാരെയും കൂട്ടി വരരുത്. കൂട്ടുകാരെയും കൂട്ടി വന്നാൽ ചിലപ്പോൾ കൂട്ടുകാരനായിരിക്കും നമ്മളെക്കാൾ മുമ്പ് കിട്ടുന്നത്. അയാളുടെ ഭാഗ്യം കൊണ്ട് അല്ല, ഉള്ള കാര്യം പറയല്ലോ. കാരണം ജോലിയുടെ കാര്യത്തിൽ നമ്മൾ കോമ്പറ്റീഷൻ കാണിക്കണം. അവിടെ സ്നേഹമൊന്നും വേണ്ട. അവിടെ അത് നമ്മൾ ആദ്യമേ വന്നിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ തന്നെ പറയാതെ വന്നിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുക. അതേ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ വേറെ സ്ഥലത്തുണ്ട്, എല്ലാ പഞ്ചായത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വേക്കൻസികൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് അറിയിക്കുകയും അതിനനുസരിച്ച് നമ്മൾ റാങ്ക് ലിസ്റ്റ്, സീനിയർ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമ്മൾ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കൃത്യമായി രജിസ്റ്റർ ചെയ്യുക. നമ്മൾ അറിയാവുന്ന എല്ലാവരോടും പറയുക, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വന്ന് നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വന്ന് രജിസ്റ്റർ ചെയ്യുക. കൃത്യമായി പുതുക്കുക. എന്തെങ്കിലും കാരണവശാൽ പുതുക്കൽ മുടങ്ങിപ്പോയാൽ സർക്കാർ സ്പെഷ്യൽ റിന്യൂവൽ എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ട്. സ്പെഷ്യൽ റിന്യൂവൽ. ആ പദ്ധതിയുടെ ഗുണം നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ നിങ്ങളുടെ സീനിയോറിറ്റി നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് പുതുക്കാൻ സാധിക്കും. അപ്പോൾ ആ പദ്ധതിയിൽ നിങ്ങൾക്ക് വന്ന് സീനിയോറിറ്റി കളയാതെ പുതുക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ പഴയ സീനിയോറിറ്റി, നമ്മൾ 95-ൽ രജിസ്റ്റർ ചെയ്ത ഒരാളാണ്, അല്ലെങ്കിൽ 90-ൽ രജിസ്റ്റർ ചെയ്ത ഒരാളാണ്. ഇടയ്ക്ക് കാലത്ത് നമുക്ക് രോഗം വന്നു, നമുക്ക് പുതുക്കാൻ പറ്റാതെ പോയി, കുഴപ്പമില്ല. സർക്കാർ അങ്ങനെയുള്ളവർക്ക് പുതുക്കാനായിട്ട് ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഓർഡർ ഇപ്പം ഇല്ല, ചിലപ്പോൾ ജനുവരിയിൽ വരും, ചിലപ്പോൾ ഓഗസ്റ്റിൽ വരും. സർക്കാരാണ് തീരുമാനിക്കുന്നത്. ആ സമയത്ത് വന്നിട്ട് ഞങ്ങളിവിടെ പഞ്ചായത്തിൻ്റെ ഒരു വാട്സപ്പ് ഉണ്ട്, ഞങ്ങൾ അവിടെ ഇതിലോട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യും. പഞ്ചായത്തിലുള്ള ആൾക്കാർക്കെല്ലാം ആ പുതുക്കലിൻ്റെ ആനുകൂല്യം കിട്ടും. പിന്നെ കുറച്ച് ഭാഗ്യം കൂടി വേണം. ജോലി എന്ന് പറയുന്നത് കുറച്ച് ഭാഗ്യമാണ്, കുറച്ച് ഇതാണ്. PSC ടെസ്റ്റ് എഴുതിയാലും PSC ടെസ്റ്റ് എഴുതുന്ന എല്ലാവർക്കും ജോലി കിട്ടിയല്ല, അല്ലേ? കുറേ പേര് കുട്ടികളൊക്കെ പോയി SI ഒക്കെ ടെസ്റ്റ് എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റ് വന്നു, എന്നിട്ട് സമരം ചെയ്യേണ്ടി വന്നു.
അപ്പോൾ അതൊക്കെ കുറേ ഭാഗ്യവും കൂടിയുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും അങ്ങനെ തന്നെ നമ്മൾ അയക്കുന്ന ലിസ്റ്റിൽ നിന്ന് എല്ലാവരെയും പരിഗണിക്കാൻ പറ്റില്ല. ഒരു വേക്കൻസിക്ക് 9 പേരെ അയക്കും. ആ 9 പേരിൽ നിന്ന് ഒരാളെ അവർക്ക് 10 പേരെ അയക്കും. വികലാംഗർക്ക് പ്രത്യേക ആനുകൂല്യമുണ്ട്. അങ്ങനെ 10 പേരിൽ നിന്ന് ഒരാളെ എടുക്കാൻ പറ്റും. അപ്പം ബാക്കിയുള്ള 9 പേര് എന്താ പറയും? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ മുഴുവൻ അഴിമതിയാണ്. നമ്മളിവിടെ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങളെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് രാത്രി 9 മണി വരെ 7 മണി വരെയൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് ഞങ്ങളുടെ സ്റ്റാഫ്, ഞാൻ ഉൾപ്പെടെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ? അവന് കിട്ടി, അവൻ എന്തോ കൃത്രിമം ചെയ്തിട്ടാണ് അവന് കിട്ടിയത്, എനിക്ക് കിട്ടിയില്ല. സദസ്സിലുള്ള CDS അംഗങ്ങൾ, അംഗൻവാടി വർക്കർമാർ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മുഖാന്തരം നടപ്പിലാക്കി വരുന്ന വിവിധ സ്വയം തൊഴിൽ പദ്ധതികളെ കുറിച്ചും ബാങ്ക് വായ്പകൾ എങ്ങനെ നിങ്ങൾക്ക് ലഭ്യമാക്കാമെന്നതിനെ കുറിച്ചും ക്ലാസ്സുകളൊക്കെ എടുത്തു. അപ്പം എല്ലാവർക്കും അത് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിന് ക്ലാസ് ഇനിയും ഉണ്ട്, അത് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവിധ ആശംസകളും. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റിൽ നമുക്കൊരു ജോലി കിട്ടേണ്ടത് സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ സീനിയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന തീയതി, ഒരു വർഷം ചുരുങ്ങിയത് ഒരു 5000 പേരോളം നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ. ആ 5000 പേര്, ഒരു 1000 പേര് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് പുതുക്കി സൂക്ഷിക്കുന്നുണ്ട്. ഈ നമുക്ക് ഒരു ഇയറിൽ മാക്സിമം ഒരു 2000-3000 പേർക്ക് ജോലി കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനൊരു വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിൽ ഒരു സംരംഭം ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ ആളെ പുറത്തു കൊണ്ടുവരാനായിട്ട് നമുക്കൊരു കൈത്താങ്ങ് നടത്താൻ പറ്റും. മനസ്സിലായില്ലേ ഞാൻ എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്വയം തൊഴിൽ വായ്പ പദ്ധതികളാണ് ആവിഷ്കരിച്ചേക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് സ്വയം തൊഴിൽ? ഈ സ്വയം തൊഴിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താണ് ഇത് ചെയ്യുന്നത്? നമ്മുടെ ഉപജീവന മാർഗം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൈകാര്യം ചെയ്യുന്ന ഒരു ബിസിനസ്സിനെയാണ് ഈ പറയുന്നത് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. അത് ലാർജ് സ്കെയിൽ ആവാം, സ്മോൾ സ്കെയിൽ ആവാം, നിങ്ങളുടെ സ്കില്ല് അനുസരിച്ചുള്ളതാവാം, എങ്ങനെ വേണേലും ആവാം. എന്ന് വെച്ചപ്പോ നമ്മളിപ്പോ ജനറലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. വനിതകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഈ സദസ്സിൽ ഏറ്റവും കൂടുതൽ വനിതകളാണ്. ഇവരെല്ലാവരും തന്നെ തയ്യൽ അറിയാവുന്നവരായിരിക്കും. അതൊരു സ്കില്ലാണ്. അവർക്ക് അത് തയ്ച്ചു കൊടുക്കാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മെഷീൻ മേടിച്ച് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ ഒരു ചെറിയൊരു വായ്പ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു തയ്യൽ മെഷീൻ വെച്ചിട്ട് തുടങ്ങാൻ പറ്റും. മനസ്സിലായില്ലേ? നമ്മളൊരു തൊഴിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരാളുടെ കീഴിലോ ഒരു സ്ഥാപനത്തിന്റെ കീഴിലോ ഒരു സംരംഭത്തിന്റെ കീഴിലോ നിങ്ങൾ ചെയ്തു വരുന്ന തൊഴിൽ എന്ന് വെച്ചാൽ, ഈ തൊഴിലിൽ നിങ്ങൾ ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ മാൻ പവർ, നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ ശാരീരിക ആരോഗ്യം, പിന്നെ നിങ്ങളുടെ മറ്റുള്ള കഴിവുകൾ വേറൊരാൾക്ക് നിങ്ങൾ കൊടുത്തിട്ട് വിലക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്.